ഹായ് നമസ്തേ, എല്ലാവർക്കും മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ നമ്മൾ ഇൻഡോറിലാണ് ചെയ്യുന്നത്. അപ്പോൾ മഴയും വളരെ ശക്തമായ കാറ്റും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മിക്ക ജില്ലകളിലും റെഡ് അലേർട്ടും ഒക്കെയാണ്. നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലും അത് ബാധകമാണ്. അപ്പോൾ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു, ശക്തിയായ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സുഖമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇൻഡോറിൽ ചെയ്യാൻ മെയിൻ കാരണം എൻ്റെ കാല് ഫ്രാക്ചറായിട്ട് സ്കൂട്ടർ ആക്സിഡൻറ്റിൽ ഞാൻ വീട്ടിൽ റെസ്റ്റാണ്. അപ്പം വെളിയിലിറങ്ങി നമുക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടി ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ വോക്കറയിലാണ്, അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായാലും 3 മാസം കഴിഞ്ഞു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതെല്ലാം സെറ്റായി വരുന്നു എല്ലാമൊക്കെ. അപ്പം ഇനി 1 മാസം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു ഡോക്ടർ. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നേതാക്കന്മാരെ, രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സംഘത്തിനെയും ഓരോ സ്ഥലത്തേക്കാണ് വിട്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ. ഒരു രാജ്യങ്ങളായിരിക്കില്ല, ഒരു 3-4 രാജ്യങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പേപ്പറിൽ നിന്നും മറ്റ് മീഡിയകളിൽ നിന്നും അറിഞ്ഞത്, ശശി തരൂർ നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ കനിമൊഴി എന്ന് പറയുന്ന DMKയുടെ നേതാവ് നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു 3-4-5 ഗ്രൂപ്പുകളുണ്ട്. എന്തായാലും ഈ സംഘം പോകുമ്പോൾ വെളിയിൽ ചെന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഏകസ്വരത്തിൽ ഒരുപോലെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ശക്തമായ നിലപാട് എന്താണെന്നാണ് ലോകത്തെ അറിയിക്കുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണ്, അത് ഒരു നല്ല തുടക്കമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ. അപ്പം നമ്മൾ ഇതിനെ കോൺഗ്രസ് പാർട്ടിയിലെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതായിട്ട് കേട്ടു. അതായത് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ സംഘത്തിൽ പോകേണ്ടത് മറ്റ് ആരൊക്കെയാണെന്നും അവർ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ സെലക്ട് ചെയ്തു. അതിന് പ്രത്യേക കാരണം ഒന്നുമില്ല. അദ്ദേഹം വിദേശത്ത് UN-ൽ ഒരു ഉയർന്ന ഉദ്യോഗം വഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് തിരിച്ചു വന്നത്. അവിടുത്തെ റിട്ടയർമെൻറ്റ് കാലാവധി ആ സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വേരുറപ്പിച്ചു. എന്തായാലും കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്ന് 3ാമത്തെ ടേമിലും അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഘത്തലവനായി നിയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അവർ പറയുന്ന ആൾക്കാരെ തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം ഏറ്റവും നല്ല അവരുടെ ഒരു നേതാവ് എന്ന് ഉള്ളത് ഇപ്പോൾ തെളിഞ്ഞല്ലോ എല്ലാവർക്കും. കാരണം രാഹുൽ ഗാന്ധിയെ വിദേശത്ത് അയച്ചാൽ അദ്ദേഹം എന്ത് വായിത്തൊന്നും ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. ഇവിടെ നിന്ന് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഫാക്ട്സ് എന്തൊക്കെയാണ്, ഫാക്ട്സ് ഫയൽസ് എന്തൊക്കെയാണ്, അതനുസരിച്ച് അതിനെ ബേസ് ചെയ്താണ് സംസാരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഒരു സാധാരണക്കാരനും ചിന്തിച്ചാൽ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്ത് കോട്ടം സംഭവിച്ചു, എന്ത് നേട്ടം ലഭിച്ചു, ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ കോട്ടത്തെക്കാട്ടി ഉപരി നമുക്ക് നേട്ടം എന്താണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിലപാട് എന്താണ്, ശക്തമായ നിലപാട്, അതൊക്കെയാണ് ലോകത്തെ നമ്മൾ അറിയിക്കേണ്ടത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, വളരെ കാലങ്ങൾക്ക് മുമ്പ് 90കളിലാണെന്ന് തോന്നുന്നു, ഇറാൻ-ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, അതിനുശേഷം ഏകദേശം യുദ്ധ കാലയളവിലോ അതിനുശേഷം ഇറാഖിൽ നിന്നും ധാരാളം യുവാക്കൾ യൂത്ത് ഒരു ഫോറം, ഒരു ഗ്രൂപ്പ്, അവർ എല്ലാ രാജ്യങ്ങളിലും പോയി വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ +2 പ്രീ ഡിഗ്രി, അന്നത്തെ പ്രീ ഡിഗ്രി അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വന്ന് അവരവരുടെ നിലപാട് അറിയിക്കുകയായിരുന്നു. എന്താണ് ഈ വാറിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ വാറിൽ അവരുടെ നിലപാട് എന്താണെന്ന് ലോകത്തെ അറിയിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനൊരു സർവകക്ഷി പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുള്ള ലീഡേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംഘം പോയത് അവരുടെ ദൗത്യം പൂർത്തീകരിച്ച് വരട്ടെ, നന്നായിട്ട് തന്നെ. എന്തായാലും ലോകത്തിന് മുന്നിൽ ഭാരതം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാകിസ്ഥാൻ എന്ന ചെറിയ രാജ്യം എന്ന് പറയാനൊക്കത്തില്ല, അവർക്ക് വലിയ ബന്ധങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളുമാണ്. അതായത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് കാശ്മീർ അതോടുകൂടി ചേർക്കാനും, അല്ലെങ്കിൽ ഭാരതത്തിനോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്നൊക്കെയാണ്. അപ്പോൾ അവരുടെ നിലപാടുകളും ലോകം അറിയും. എന്താണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥിതി എന്താണെന്നും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ താൽക്കാലികമായ വെടിനിർത്തൽ ഒരു അനിവാര്യമായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ഭാരതം ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയും ആയുധ ശക്തിയും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ നമുക്ക് പ്രോഗ്രസ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ അനിവാര്യമായിരുന്നു. എന്തായാലും അത് സാധിച്ചിരിക്കുന്നു. നമ്മുടെ സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം വിജയിച്ചിരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. കാരണം അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നു എന്നുള്ളത് ഒരു വസ്തുത വെച്ച് നോക്കിയാൽ തീർച്ചയായും ഭാരതത്തിന് വിജയം അവകാശപ്പെടാം. എന്തായാലും എല്ലാ സർവകക്ഷി നേതാക്കന്മാർക്കും വിദേശ പര്യടനം നടത്തുന്ന എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി. ജയ് ഭാരത് മാതാ.
നന്ദി.